രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും ചെവിയിൽ നുള്ളിക്കും. പണ്ടൊക്കെ ഞങ്ങളെല്ലാം പൊറുക്കുമായിരുന്നു. ഇനി ഇതെല്ലാം ഞങ്ങൾ ഓർത്തു വയ്ക്കും. ചെവിയിൽ നുള്ളി വെച്ചോ. ഒറ്റൊരുത്തൻ കാക്കിയിട്ട് നടക്കില്ല. ഒറ്റൊരുത്തൻ കേരളത്തിൽ ഈ വൃത്തികേട് കാണിക്കുന്ന ഒരുത്തനും കേരളത്തിൽ കാക്കിയിട്ട് നടക്കില്ല. അത്രമാത്രം തോന്നിയാസവും അസംബന്ധവുമാണ് ഇവർ കാണിക്കുന്നത്. വിദ്യാർത്ഥി നേതാക്കന്മാരെ തലയിൽ തുണിയിട്ട് തീവ്രവാദികളെ പോലെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്ന കാടത്തം എവിടെയാണുള്ളത്? എവിടെ മുഖ്യമന്ത്രി? എത്ര സംഭവങ്ങളാണ് കേരളത്തിലുണ്ടാകുന്നത്? ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി എന്തേ മൗനം പാലിക്കുന്നു? ഇയാൾ ഒട്ടക പക്ഷിയെ പോലെ മണ്ണിൽ തലപൂഴ്ത്തിയിരിക്കുകയാണ്. ഒരു ഭരണാധികാരിക്ക് ചേർന്നതല്ല നിങ്ങളുടെ ഈ മൗനം. നിങ്ങൾക്ക് ഭയമാണ് സംസാരിക്കാൻ, നിങ്ങൾക്ക് പേടിയാണ് സംസാരിക്കാൻ. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ഈ സംഭവങ്ങൾ ഉണ്ടായത് നിങ്ങളുടെ വകുപ്പിലാണ് ഈ വൃത്തികേടുകൾ നടന്നിരിക്കുന്നത്. നിങ്ങളുടെ വകുപ്പിലാണ് മുഖ്യമന്ത്രി ഈ തോന്നിയാസം മുഴുവൻ നടക്കുന്നത്. കേട്ടുകേൾവിയില്ലാത്ത വൃത്തികേടുകൾ കേരളത്തിൽ പോലീസിൻ്റെ പേരിൽ അരാജകത്വവും അതിക്രമവും നടക്കുന്നത്. കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത് ഒരു തീവ്രവാദികളെ പോലെയാക്കി നിങ്ങൾ മാറ്റി. നിങ്ങളുടെ ഇച്ഛാനുസരണം അവരെ പ്രവർത്തിക്കാൻ വേണ്ടി, നിങ്ങളുടെ പാർട്ടിക്കാരുടെ തോന്നിയാസത്തിന് കൂട്ടുനിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കേരള പോലീസിനെ നിങ്ങളെ തകർത്ത് തരിപ്പണമാക്കി. ഇതിന് നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ഉത്തരം പറയിക്കുക തന്നെ ചെയ്യും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തീവ്രവാദികളെ പോലെ തലയിൽ തുണിയിട്ട്, കറുത്ത തുണിയിട്ട്, കയ്യാമം വെച്ച് കോടതിയിൽ കൊണ്ടുവന്നതിന് ഞങ്ങൾ മറുപടി പറയിപ്പിക്കും. 51 വെട്ടുവെട്ടി ചന്ദ്രശേഖരനെ കൊന്ന പ്രതികളെ നിങ്ങൾ 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി മദ്യവും ഭക്ഷണവും മേടിച്ചു കൊടുത്തു. എന്നിട്ട് ഈ പാവപ്പെട്ട പിള്ളേരെ കള്ളക്കേസിൽ കുടുക്കി നിങ്ങൾ തലയിൽ തുണിയിട്ട് നമുക്കിതൊക്കെ മറുപടി പറയിപ്പിക്കാം. ഞങ്ങൾ സംശയം വേണ്ട, ഒരു സംശയവും വേണ്ട. ഇത് ഞങ്ങൾ അതിശക്തമായി ഞങ്ങൾ എതിർക്കും. കാരണം ഇത് നീതിപൂർവമായ സത്യസന്ധമായ തെരഞ്ഞെടുപ്പിന് എതിരായിട്ടുള്ള ബി.ജെ.പിയുടെ തന്ത്രമാണ്. ബി.ജെ.പിയുടെ തന്ത്രമാണ്. എന്തിനാണ് വോട്ടർ പട്ടിക 2002 പോകുന്നത്? 52 ലക്ഷം പേരുടെ വോട്ട് ചേർക്കേണ്ടി വരും. കേരളത്തിൽ എന്താണ് നടക്കുന്നത്? ഇനി എത്ര ശ്രമകരമായ കാര്യമാണ്. എത്ര അർഹതയുള്ളവർക്ക് വോട്ട് ചെയ്യാൻ പറ്റാതെ പോവും. 52 ലക്ഷം പേരുടെ ഇനി ചേർക്കാനുള്ളവരുടെ കൂടാതെ 52 ലക്ഷം പേർ യഥാർത്ഥത്തിൽ ഇപ്പോൾ വോട്ടർ പട്ടികയിലുള്ള കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിലും കഴിഞ്ഞ 23 വർഷമായി വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരു സുപ്രഭാതത്തിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാതാകുന്ന മായാജാലമാണ് SIR എന്ന് പറയുന്നത്. അതിനെ ഞങ്ങൾ ശക്തിയായി എതിർക്കും. അതിനെതിരായി ഞങ്ങൾ ശക്തിയായ പ്രക്ഷോഭം ബീഹാറിൽ എന്നതുപോലെ കേരളത്തിലും സംഘടിപ്പിക്കും. ഒരു സംശയവും വേണ്ട. കുടുംബം വളരെ രൂക്ഷമായ വിമർശനമായി രംഗത്തെത്തിയിട്ടുണ്ട്. ജീവിതം തകർത്ത പാർട്ടിയാണ് കോൺഗ്രസ്. KPCCക്ക് മുന്നിൽ നിരാഹാരം ഇരിക്കുമെന്നുള്ള പ്രതികരണമാണ് അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തുന്നത്. ഏത് NM വിജയന്റെ കുടുംബം? എവിടുത്തെ? അത് അവിടുത്തെ വയനാട് ജില്ലാ കമ്മിറ്റിയും KPCCയും അതിനാവശ്യമായ കുടുംബത്തിന് ആവശ്യമായ സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾ എനിക്കറിയില്ല, ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. ഇല്ല, ആ വിഷയം ക്ലോസ് ചെയ്താണ്, ചാപ്റ്റർ ക്ലോസ് ചെയ്താണ്. ഒന്നുമില്ല, അത് നിങ്ങൾ തന്നെ കൊടുക്കുന്ന വാർത്തകളാണ്. ആരും ഞങ്ങൾ പറയേണ്ട അഭിപ്രായം KPCC പ്രസിഡന്റ് ഉചിതമായ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ പറയും. ഞങ്ങൾ അതൊക്കെ ഞാൻ ഇന്നലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. നത്തിങ് മോർ, നോ മോർ കമന്റ്സ്.